ഭാരതം ഇതിഹാസങ്ങളുടെയും പാവന കഥകളുടെയും ദേശം. സിംഹമുഖമുള്ള ദൈവങ്ങളെക്കുറിച്ചും സമുദ്രം ചവിട്ടിക്കിടന്ന കുരങ്ങന്മാരെക്കുറിച്ചും സ്വർഗം കാത്തുനിന്ന പാമ്പുകളെക്കുറിച്ചും നമ്മൾ പാടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ജീവിക്കുന്ന മൃഗങ്ങളെ പറ്റി, അവരുടെ കാടുകൾ ഇടിഞ്ഞു തകർന്നു പോകുമ്പോൾ, അവരുടെ കുരലുകൾ ബുൾഡോസറുകളാൽ തകർക്കപ്പെടുമ്പോൾ, ആ മൃഗങ്ങളെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് മൃഗങ്ങളുടെ മാത്രം കഥയല്ല, കടുവകളുടെ മാത്രം കഥയല്ല, മനുഷ്യനും കാടും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഒഴിച്ചുകൂടാനാവാത്തൊരു പോരാട്ടം. കൂട്ടിയിടിച്ചും വേദനിച്ചും നിലവിളിച്ചും കേൾക്കപ്പെടാനായി, ജീവിക്കാനായി, നിലനിൽക്കാനായി പോരാടുന്ന ഒരു കൂട്ടം ജീവികളുടെ കഥ. This is first time in Kims. The roar of Bandipur Raja is an anthropomorphic tale where the tigers speak with the wisdom of the forest and ask us who really is the true intruder. So here we will let the jungle speak, let the king rise, and let the truth echo in every roar. And this is from Dr. Midun Mohan Creatives presenting to you the roar of Bandipur Raja. നമ്മൾ ഈ ടൈഗർ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞല്ലോ, റാണി എന്നൊരു പെൺകടുവയുടെ തെരച്ചിലൂടെയാണ് പോകുന്നതെന്ന്. മനുഷ്യരുടെ പ്രസൻസിൽ ഒട്ടും അൺകംഫർട്ടബിൾ അല്ലാത്ത കാരണം റാണിയുടെ സൈറ്റിംഗ് കിട്ടാൻ നല്ല ചാൻസും ഉണ്ട്. ഈ ടെറിട്ടറി റാണിയുടെ മാത്രമല്ല, ആക്ച്വലി ടെറിട്ടറി എന്നാൽ ഒരു ടൈഗറിന് ഫിക്സഡ് ടെറിട്ടറി ആയിരിക്കും. ഒരു ടൈഗർ മറ്റൊരു ടെറിട്ടറിയിലേക്ക് പോകുന്നത് ഒന്നുകിൽ മേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ടൈഗറുമായി ഫൈറ്റ് ചെയ്യാനോ വേണ്ടിയായിരിക്കും. ഇപ്പോൾ മേറ്റിംഗ് സീസൺ ആണ്. T42 എന്നൊരു മെയിൽ ടൈഗർ ഇവിടെ റാണിയുമായി മേറ്റ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ടൈഗേഴ്സിനെ T42, T27 എന്നിങ്ങനെ നമ്പേഴ്സ് കൊടുത്താണ് റെപ്രസെന്റ് ചെയ്യുക. ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ട്വിസ്റ്റ് ഒന്നുമല്ല, ഇപ്പോൾ ഈ ടെറിട്ടറിയിൽ ബന്ദിപ്പൂർ രാജ എന്നൊരു ടൈഗർ വന്നിട്ടുണ്ട് റാണിനെ മേറ്റ് ചെയ്യാൻ. അവനല്ലാതെ വേറൊരാളും ഈ ടെറിട്ടറി കയറാൻ അനുവദിക്കില്ല. ഹീസ് ദ മോസ്റ്റ് പവർഫുൾ പ്രിഡേറ്റർ ഇൻ ദിസ് ഫോറസ്റ്റ്. ലക്കുണ്ടെങ്കിൽ നമുക്ക് ബന്ദിപ്പൂർ രാജയും T42 തമ്മിലുള്ള ടെറിട്ടോറിയൽ ഫൈറ്റ് കാണാൻ പറ്റും. കേട്ടില്ലേ? ഇതാണ് അലാം കോൾസ്. അലാം കോൾസ് എന്ന് പറഞ്ഞാൽ ഈ ടൈഗേഴ്സ്, ലെപ്പേഴ്സ് എന്നീ പ്രിഡേറ്റേഴ്സ് വരുമ്പോൾ അവരുടെ പ്രസൻസ് മനസ്സിലാക്കി പീകോക്ക്, സാമ്പാർ, ഡിയർ ഇവർ ഉണ്ടാക്കുന്ന വാണിംഗ് കോൾസിനെയാണ് അലാം കോൾസ് എന്ന് പറയുന്നത്. അതായത് അടുത്ത എവിടെയോ പ്രിഡേറ്റർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതെ കൂടെ വരിക. ടൈഗറിന്റെ പ്രസൻസ് ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ, ആ മരത്തിന്റെ ബാക്കിൽ നിൽക്കുന്നില്ല, ഈ നടുക്ക് നിൽക്കുന്നതാണ് റാണി എന്ന ഫീമെയിൽ ടൈഗർ. ഇതാ ബാക്കിൽ നിൽക്കുന്നതാണ് T42 എന്ന മെയിൽ ടൈഗർ. ഈ സമയത്ത് എന്റെ ഈ ടെറിട്ടറിയിൽ രാജ മാത്രമേ പ്രവേശിക്കാറുള്ളൂ എന്ന് നിനക്ക് അറിയുന്നതല്ലേ? വഴി തെറ്റി വന്നതാണെങ്കിൽ വേഗം തിരിച്ചു പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഈ കാട് രാജയുടെ മാത്രമല്ലല്ലോ.
ബന്ദിപ്പൂർ രാജ മനുഷ്യന്മാരുടെ കെടിയിൽ രാജ കുടുങ്ങിയെന്ന് കേട്ടു. കണ്ണുകളുടെ തിളക്കങ്ങ് പോയല്ലോടാ. നീ ഇര പിടിച്ചിട്ട് കുറച്ച് ദിവസമായല്ലേ? ഞാൻ പിടിച്ച പോത്തിന്റെ എല്ലും തോലും കുടലും മിച്ചമുണ്ട്, വേണിങ്ങെടുത്തോ. തന്റെ നെച്ചിലെനിക്ക് വേണ്ടോ? തനിക്കിപ്പോ സന്തോഷം. നാളെ എന്റെ ഈ സ്ഥാനത്ത് താനായിരിക്കാം. രാജാവിടെ ശൗര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. എടാ, ഈ കാട്ടിൽ നിന്നിലേക്ക് ഒരു മുയലിനെ പോലും ഈ കാര്യം കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. നീ ഈ നാട്ടിറങ്ങി വല്ല വളർത്തുപിടിച്ച് പിടിക്കാൻ നോക്ക്. അല്ലെങ്കിലേ ഈ കാട്ടിന്റെ കഴുകന്മാര് രാജാ വീതിച്ചെടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ കാണാം ബന്ദിപ്പൂർ രാജ ജീവനോടെ ഉണ്ടെങ്കിൽ. ഓ ഞാൻ കഴിച്ചിട്ട് വന്നേ. ഓ ഹലോ, പഞ്ചാരപ്പള്ളിയിൽ ലക്ഷ്മി എസ്റ്റേറ്റിന് സമീപം പുല്ലു ചത്തുകയായിരുന്ന രാധ എന്ന ആദിവാസി സ്ത്രീയെ നരഭോജി കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ പഞ്ചാരപ്പള്ളി അതീവ ജാഗ്രതയിലാണ്. നാട്ടുകാർ ഇവിടെ ആകെ പ്രകോപിതരാണ്. കാരണം കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഈ സംഭവത്തെ പറ്റി? അവര് കാട് കയറി തീർത്തോളാം. വെടിവെച്ച് കൊല്ലാതെ രാധയുടെ ബോഡി എടുക്കാൻ പറ്റില്ല. സർ, ഈ സംഭവത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്?
വെച്ച് പിടിക്കാനും മൈക്രോവേവ് വെച്ച് കൊണ്ടുപോകാനൊന്നും ഞങ്ങൾക്ക് സമ്മതിക്കില്ല. അനുമതിക്കൊടി ഒന്നേ പറ്റൂ. ചേച്ചി ഈ സംഭവം ചേച്ചി പാവങ്ങളാണ്. ഈ കാണുന്ന കാപ്പിത്തോട്ടത്തിലും തേയിലത്തോട്ടത്തിലും കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. കടുവ ഇറങ്ങിയതിനു ശേഷം കൂലിക്ക് പോകാൻ പറ്റുന്നില്ല. കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും പറ്റുന്നില്ല. സർക്കാർ വരെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ. ഇവിടെ ഇപ്പോൾ വനം മന്ത്രി വി കെ ശശിധര മേനോൻ, MLA അമീർ സാഹിബ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമീള, വയനാട് ജില്ലാ കലക്ടർ രാജലക്ഷ്മി, RRT ടാസ്ക് ഫോഴ്സ് എന്നിവർ ഈ കാണുന്ന വയനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ചർച്ചയിലാണ്. ഉടൻ മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ വരുൺ സക്കറിയ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചത്. നാട്ടുകാർ മന്ത്രിയും മറ്റുദ്യോഗസ്ഥരെയും ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിറക്കാതെ ആരെയും ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് നാട്ടുകാർ. അപ്പോ എന്താ നിങ്ങളുടെ പ്ലാൻ? സാർ, നമ്മൾ കടുവയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്.